ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പോൾ എന്താ പറയുക, വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിനകത്ത് നിന്നപ്പോൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങണം തോന്നി. നമ്മുടെ ചെടികളും പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം. ഇപ്പോൾ അതൊന്നുമില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ വെറുതെ മുകളിലൊക്കെ ഒന്ന് കയറി നിന്നതായിരുന്നു. ഇന്നലെയും മിനിയാന്നൊക്കെ ഭയങ്കര ബഹളമായിരുന്നു എല്ലാവരും കൂടി ആയപ്പോഴേ. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക. അതായത് നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണം എന്നാണ് പറയുക. പക്ഷേ എല്ലാ കിണറുകളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ചില കിണറുകളിലൊക്കെ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർ വളർത്താനായിട്ട് കൊണ്ടിട്ടത് അല്ലെങ്കിൽ പോലും പണ്ട് കാലത്തേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കിണറുകൾ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവയൊക്കെ ചത്തു പൊങ്ങിപ്പോവും. അപ്പോൾ പിന്നെയുള്ള കുടിവെള്ളം കൂടി മുട്ടിപ്പോവില്ലേ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ പറ്റുന്ന കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി അതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതായിരുന്നു. പിന്നെ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ അവർ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും ചില ആൾക്കാർ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയും. ടേസ്റ്റിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ഇപ്പോഴത്തെ ഓരോരോ ഭീഷണികൾ വരുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. സാധാരണ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ കുളങ്ങളിൽ, കായൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു നമ്മുടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കിണറുകളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഓർഡർ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതായിരുന്നു. അപ്പോൾ അതാ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ഒരാട്ടും അനക്കൊന്നും ആരും ഇല്ല. 2-3 ദിവസമൊക്കെ എല്ലാവരും കൂടി നിന്ന് പിന്നെ അവരിങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വെറുതെ മുകളിലൊക്കെ കയറി നിന്നതായിരുന്നു. പിന്നെ വൈകുന്നേരമായി, ചായയൊക്കെ ഉണ്ടാക്കാനായി. പിന്നെ എന്തായാലും ചായയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വെച്ച് താഴേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു വിഷമം വെറുതെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ വല്ലാത്തൊരു വിഷമമല്ലേ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു അടയാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിയെടുത്തതിന് ശേഷം അതിനുള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ ചട്ടിയിലിട്ട് ചുട്ടെടുക്കുക, എണ്ണയൊന്നും ഒഴിക്കാതെ. അപ്പോൾ ഇങ്ങനെ അട കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.